ഗുഡ് മോർണിംഗ് ഗൈസ്. ഡേ 2 ഓഫ് ബാംഗ്ലൂർ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, നന്ദി ഹിൽസ് പോകുക എന്നൊക്കെയായിരുന്നു പ്ലാനിങ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി, ലുക്ക് ജീൻസൊക്കെ കണ്ട, ജീൻസൊക്കെ ഇട്ട് ഒരുങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾ 4 പെൺപിള്ളേർ മാത്രം നന്ദി ഹിൽസ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയത് കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് നന്ദി ഹിൽസ് പോയിട്ട് അവിടെ നിന്ന് വേറെ 2-3 സ്ഥലം പോയിട്ട് ചെക്കൗട്ടിന് ടൈമിൽ ഇവിടെ വന്ന് ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ എടുത്തിറങ്ങാമെന്ന് പ്ലാൻ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ മാത്രം ഒരുങ്ങിയ സ്ഥിതിക്ക്, നമ്മൾ 4 പേർ ഒരുങ്ങിയ സ്ഥിതിക്ക് നന്ദി ഹിൽസ് പോയി പിന്നെ തിരിച്ച് ഇവിടെ വന്ന് ബാക്കിയുള്ളവരെ പിക്ക് ചെയ്ത് പോകുമ്പോൾ ട്രിപ്പ് കൂടും. അതുമല്ല നല്ല ടൈം കൊടുക്കും. ബാംഗ്ലൂരിൽ നല്ല ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സോ നമ്മൾ നന്ദി ഹിൽസ് പോയില്ല. എല്ലാവരും ഒരുങ്ങിയിട്ട് അങ്ങനെ കിടന്നുറങ്ങി. ഞങ്ങൾ 4 പേര് ഒരുങ്ങി അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങിയിട്ട് 4 മണിയായപ്പോൾ കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കുന്നത് 8:30 ആയപ്പോഴാണ്. എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. സോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ എഴുന്നേൽക്കാൻ താമസിച്ചതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട്. ഇന്നലെ രാത്രി ആരും ഉറങ്ങിയിട്ടില്ല, അതാണ് മെയിൻ കാര്യം. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു 2:30-3 മണിയായപ്പോഴാണ് കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് കിടന്നിട്ട് 4 മണിക്ക് എഴുന്നേൽക്കുക, അതുകൊണ്ടാണ് ആർക്കും എഴുന്നേൽക്കാൻ പറ്റാഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് നന്ദി ഹിൽസ് വരാത്തതിന് ഞാൻ അവർക്ക് കൊടുത്ത പണിഷ്മെൻ്റാണ് ഗൈസ്, എൻ്റെ വ്ളോഗ് കുത്തിയിരുന്ന് കാണുക എന്നുള്ളത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ഹായ് ഗൈസിനെ വിളിച്ച്. ഹേ ഗൈസ്, വലിയ പുള്ളിക്കാരത്തെയാണ് കേട്ടോ. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള ആളാണ് ഈ മിണ്ടാണ്ടിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഗീ റോസ്റ്റ് ഉണ്ട്, പിന്നെ സാദാ ദോശയുണ്ട്, പ്ലെയിൻ ദോശ, ഇഡ്ഡലി, സാമ്പാറുണ്ട്. സാമ്പാർ പക്ഷേ അത്യാവശ്യം നല്ല വെള്ളം പോലെ കിടപ്പുണ്ട്. ബ്രെഡ് സാൻഡ്വിച്ച്, പിന്നെ ചമ്മന്തി. ഇത്രയാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഓർഡർ കൊടുത്തത്. ഒരു 11 മണിയോടുകൂടി നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് നമ്മുടെ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അക്വേറിയമാണ്. നമ്മുടെ കൊച്ചിയിലുള്ള വണ്ടർല പോലെയുള്ള സ്ഥലം, ഇവിടെ ഫൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളത് എല്ലാത്തിലും കയറുന്നില്ല. എല്ലാത്തിലും കയറിയാൽ ഇന്നത്തെ ദിവസം ഫുൾ അവിടെ ആയിരിക്കും. സോ അതിനുള്ളിൽ തന്നെ അക്വേറിയവും സ്നോ വേൾഡും ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൺ വേൾഡിലെത്തി. പക്ഷെ നമ്മൾ ഈ വാട്ടർ പാർക്കിൽ കയറുന്നില്ല, അക്വേറിയത്തിലും സ്നോ വേൾഡിലും മാത്രമാണ് കയറുന്നത്. സൺഡേ ആയത് കാരണം നല്ല റഷായിരുന്നു. നമ്മളെങ്ങനെയോ കയറി പറ്റി. ഈ തിരക്ക് കാരണമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും സമയമെടുത്ത് കാണാൻ പറ്റത്തില്ല. ആൾക്കാർ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായിരുന്നു എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പതുക്കെ നടന്ന് കാണാനുള്ള ഒരു പ്ലേസ് നമ്മൾ ഓടിച്ചിട്ട് കണ്ട പോലെ ആയിപ്പോയി. അത്രയ്ക്ക് റഷായിരുന്നു. അവിടെ ഞാൻ കണ്ടൊരു അക്വേറിയത്തിൻ്റെ ഒരു മിനി വെർഷൻ നമുക്ക് ഒരുമിച്ചിരുന്ന് കണ്ടാലോ?
ഉള്ളിൽ ചെന്നിട്ട് നമ്മൾ ആദ്യം കയറിയത് ഐല്യൂഷൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പിക്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ വോൾ പിക്ചേഴ്സാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭിത്തിയിലൊരു ഫോട്ടോ വരച്ച് വെച്ചിരിക്കുന്നു അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷേ ഇത് ആക്ച്വലി ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പിക്ചേഴ്സാണ്. ആൻഡ്രോയിഡിനും ഐഫോണും രണ്ട് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിത് ഫുൾ നോക്കിയത് ഐഫോണിലായിരുന്നു. ഐഫോണിലാണെങ്കിൽ ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി നോക്കുമ്പോൾ ഈ പിക്ചേഴ്സ് ഫുൾ മൂവ് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റും. വിത്ത് മ്യൂസിക്കാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അതിനകത്ത് ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ പിക്ചേഴ്സും നമ്മൾ ട്രൈ ചെയ്തു. ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് സ്നോ വേൾഡിൽ കയറാനുള്ള ക്യൂ ആണ്. നമ്മളും അത്യാവശ്യം നല്ല നേരം ക്യൂവിൽ നിന്ന് തന്നെയാണ് അകത്ത് കയറിയത്. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും ഐ വാസ് വണ്ടർ, എന്തിനാ എല്ലാവരും ഇങ്ങനെ ജാക്കറ്റ് ഇടുന്ന സംഭവം. നമ്മൾ സ്നോ വേൾഡിലാണ് പോകുന്നതെങ്കിലും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചു. കയറുന്നതിന് മുമ്പ് നമുക്ക് ചെരുപ്പ് പുറത്ത് കൊടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ എല്ലാവരുടെയും ചെരുപ്പ് ഇതേപോലെ സഞ്ചിയിലാക്കിയിട്ട് അതിൻ്റെ ടോക്കൺ നമ്പർ തരും. നമുക്ക് സോക്സ് മേടിക്കണമായിരുന്നു. സോക്സ് നമ്മൾ മേടിച്ചു. ഇതെന്ന് പറയുന്നത് ജാക്കറ്റ്. നമ്മൾ അടുത്ത കൗണ്ടറിൽ പോയി നമ്മൾ ജാക്കറ്റ് മേടിക്കണം. നോർമലി ഒരു 3 സൈസാണുള്ളത്. കൊച്ചുങ്ങൾക്ക് പറ്റിയത് ഒരു മീഡിയം പിന്നെ ഒരു ലാർജും. അപ്പോൾ ആ പെണ്ണ് ഇടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് അടുത്ത കൗണ്ടറിലേക്ക് പോകണം. മാറൊക്കെയാണ് പറയുന്നത്. അടുത്ത കൗണ്ടർ ബൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ബൂട്ടും ഇതേപോലെ തന്നെ 3-4 സൈസേ ഉള്ളൂ. അപ്പോൾ അവരിടുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ സൈസ് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അടുത്ത കൗണ്ടർ നമ്മുടെ കയ്യിലിടുന്ന ഗ്ലൗസാണ്. അങ്ങനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഞാൻ ബൂട്ടും സോക്സും ജാക്കറ്റും എല്ലാം കൂടി മേടിച്ച് അത് എല്ലാം കൂടി ഇട്ടിട്ട് വൺ കോമഡി ആയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ജാക്കറ്റും ഇങ്ങനെ ബൂട്ടൊക്കെ ഇടുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ശരിക്കും തോന്നി. പക്ഷേ ആ തോന്നൽ വെറും തെറ്റായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി എടുത്ത് ഇടാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഗൈസ്. അത്രയ്ക്ക് തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇതാണ് സ്നോ വേൾഡ്. ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങിപ്പോരാൻ തോന്നി. കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു. നമ്മുടെ കയ്യും കാലൊക്കെ ശരിക്കും മരവിച്ചു പോകുന്ന അവസ്ഥ. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മഞ്ഞ് വാരി എറിയാനും അതിന് പറ്റിയ ടൂൾസ്, പിന്നെ എന്താ പറയുക നമ്മുടെ വണ്ടർലയിലൊക്കെ കാണുന്ന പോലെയുള്ള സ്ലൈഡിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ വന്നാലും ഒരു 1.5 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്രയും തണുത്തിട്ടും നമ്മൾ അതിൻ്റെ ഉള്ളിൽ അത്രയും സ്പെൻഡ് ചെയ്തു. കാരണം അത്രയും എൻ്റർടൈനിങ് ആയിരുന്നു ഈ സെക്ഷൻ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ് മഴയൊക്കെ പെയ്യും, അതൊക്കെ നൈസായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവിടെ DJ സോങ്ങൊക്കെ ഇട്ട് DJ ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സെറ്റപ്പ്, അങ്ങനെ അതൊക്കെ നൈസായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അങ്ങനെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം ഉണ്ടല്ലോ. ഇക്കണക്കിന് എങ്ങനെ നമ്മൾ കാശ്മീർ അല്ലെങ്കിൽ മണാലി പോകുമെന്ന് ആലോചിച്ച് അത്രയ്ക്ക് തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഓരോ കൗണ്ടർ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്ത ജാക്കറ്റ് ഇടാനൊരു സ്ഥലം, യൂസ് ചെയ്ത ബൂട്ട് ഇടാനായിട്ട് ഒരു സ്ഥലം, അതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി ചെരുപ്പ് കളക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും സമയം 4 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് നല്ല കിടിലൻ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ജയനഗറാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ നമ്മൾ ചിപ്പേട്ടിൽ പോയിട്ടൊന്നും മേടിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ജയനഗർ പോയി തീർക്കണമെന്നായിരുന്നു. അത് ഒരു ഓടിച്ചിട്ടുള്ളൊരു പോക്കായിരുന്നു. നമുക്ക് അധികം സമയമില്ല. 9 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഒരു 7 മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. അരമണിക്കൂറാണ് ജയനഗർ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമുക്ക് തന്നത്. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും നമ്മൾ 1 മണിക്കൂർ ജയനഗർ സ്പെൻഡ് ചെയ്തു. അങ്ങനെ സ്പെൻഡ് ചെയ്ത് നോക്കി ഞാൻ ഒരു ജീൻസ് എടുത്തു 250 രൂപയ്ക്ക്. അതും കുറേ നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും മേടിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ 6 മണിക്കാണ് ജയനഗറിൽ നിന്ന് ഇറങ്ങുന്നത്. ജയനഗറിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ട് പോയി. ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം നേരത്തെ ആക്കിയത്. ഇതിനിടയിൽ നമ്മൾ ബസ്സിലേക്ക് തിരിച്ച് കയറുന്ന വഴിക്ക് ഞാൻ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു, ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി. ഓൾറെഡി നമ്മൾ നേരത്തെ എയർപോർട്ടിലെത്തി. ഗേറ്റ് നമ്പറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് ഞാൻ വാഷ്റൂമിൽ വെച്ച് മറന്നുപോയി എന്നുള്ളത്. പിന്നെ അതെടുക്കാൻ വേണ്ടി തിരിച്ച് ചെന്നപ്പോഴേക്കും ബാത്റൂം അവർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാഗ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കാരണം. അങ്ങനെ ഞാൻ എൻ്റെ ബാഗാണ് എന്നൊക്കെ പറഞ്ഞ് അവരെനിക്ക് തുറന്ന് ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ട്. അങ്ങനെ നമ്മൾ 9 മണിക്ക് ഫ്ലൈറ്റ് എടുത്തു. നമ്മളൊരു 10:15 കൂടി കൊച്ചിയിലെത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീടെത്തിയപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി നമ്മുടെ ബാംഗ്ലൂർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ കുറേ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം ഡിലീറ്റ് ആയി പോയി. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. Like, share, subscribe. Bye. See you on my next video.